ഇത് ഇഞ്ചിക്കറി ഒന്നല്ല കേട്ടാ, മുളകച്ചാറാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയായിരുന്നു. സംഭവം എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏതോ ഭാഗങ്ങളിലൊക്കെ കല്യാണം വീട്ടിൽ തലേദിവസം ഉണ്ടാകുന്ന ഒരു ഐറ്റം എന്നിട്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേച്ചിയേട്ടാ ഇത് പറഞ്ഞു തന്നത്, ഇതിൻ്റെ റെസിപ്പിയൊക്കെ. ഇത് ഏത് ഭാഗങ്ങളിലാണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ. അതുപോലെ റെസിപ്പിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അതും കൂടി പറയുന്നത് നല്ലതായിരിക്കും, എനിക്കും കൂടി അറിയാലോ. നമ്മളെടുത്തിട്ടുള്ള നാടൻ പച്ചമുളക് കേട്ടാ, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. സംഭവം നമുക്ക് അങ്ങാടി മുളക് എടുത്താലും മതി, ഇതുപോലത്തെ ഉണ്ടമുളക് നമുക്കുണ്ട്. സാമ്പാർ മുളക് എന്നൊക്കെ പറഞ്ഞ ടൈപ്പുള്ള മുളക് ഉണ്ടല്ലോ, ആ മുളക് എടുത്താലും അതൊരു 10 ഉണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ 10-25 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കോൽപ്പുളി വേണട്ടാ. കോൽപ്പുളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പഴംപുളി, അങ്ങനെ പല വിധത്തിലാണ് പല പ്രദേശങ്ങളിൽ വിളിക്കുക. എന്തായാലും അത് പിഴിഞ്ഞത് വേണം. ഏതാണ്ട് ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചോ. അച്ചാറിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകില്ലേ നമ്മൾ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കണം കേട്ടോ. നന്നായി നടു പിളർന്ന് രണ്ടായിട്ട് കീറേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി. നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചിലവർ നല്ലോണം ഉപയോഗിക്കുന്നവരുണ്ടാവും. എന്തായാലും ഞാൻ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് നമ്മൾ കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ചെറുതീയിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ പച്ചമുളക് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തിക്കൊക്കെ വരാമ്പോൾ അതുകൊണ്ട് ചെറുതീരിട്ടിട്ട് കുറച്ച് അകലം പ്രാപിച്ചിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അധികം പച്ചമുളക് നമ്മൾ എടുത്തില്ല കേട്ടോ. ഒരു 10-30 പച്ചമുളക് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത്. എന്തായാലും ഉള്ള പച്ചമുളക് നമ്മൾ നല്ലപോലെ വഴട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. പച്ചമുളക് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകം വേണം കേട്ടോ. നല്ലപോലെ എണ്ണ ഊറ്റിയിട്ട് വേണം ആ പച്ചമുളക് അതിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. ആ എണ്ണ വെച്ചിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യണം. ബാക്കി വന്ന വെളിച്ചെണ്ണ കുറവാണെങ്കിലേ കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കണം. പിന്നെ വേണ്ട ഐറ്റംസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേട്ടാ. നമ്മൾ ആദ്യം കാണിച്ചില്ല, ഒരു 10-20 വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചി, അത് ആദ്യം ചേർക്കണം. ഇഞ്ചി ഞാൻ ആദ്യം ചേർത്തത്. പിന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് ചെറു തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണ്ട. കരിയരുത് എന്ന് നല്ലപോലെ മൂത്ത് കിട്ടും വേണം. ഏതാണ്ട് ഈ ഒരു പരുവായി കിട്ടണം. നന്നായി കരിഞ്ഞിട്ടില്ല എന്ന് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കട്ടെ. പൊടി ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിടാം. കാരണം ചട്ടി അല്ലെങ്കിൽ ചീനച്ചട്ടിക്ക് നന്നായി ചൂടായിരിക്കുന്ന സമയമല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള മുളക് പൊടി, ഉപ്പ്. എരിവായാലും ഉപ്പായാലും എല്ലാം നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്തോട്ടാ. ഞാൻ എരിവ് കുറച്ച് ഇട്ടിട്ടുള്ളൂ, അധികം ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ചേർത്തൊന്ന്. പൊടിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചേർക്കേണ്ടത് കോൽപ്പുളി പിഴിഞ്ഞ വെള്ളാട്ടാ. അത് നേരത്തെ കാണിച്ചില്ലേ, ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി നമ്മൾ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് രുചി നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഓരോരുത്തർക്കും പുളിയുടെ ടേസ്റ്റ് ആയാലും എരിവിൻ്റെ ടേസ്റ്റ് ആയാലും ഓരോരുത്തർക്കും പല വിധത്തിലായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഫുൾ ഒഴിച്ചിട്ടുണ്ട്. പുളി ഒഴിച്ചതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിക്കുക. 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചോ. വന്നതിന് ശേഷം നമുക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള പച്ചമുളക് ഇടണം. അതിന് മുന്നായിട്ട് ഒരു 1/4 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണുള്ള കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മധുരം മുന്നിട്ട് നിൽക്കുന്നതാണെങ്കിലും അച്ചാറല്ലേ, മുളകിൻ്റെ അച്ചാറല്ലേ, എരിവും മധുരവും പുളിയൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. എന്തായാലും വന്നതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കണം. ആ ഗ്രേവിയൊക്കെ പച്ചമുളകിൻ്റെ ഉള്ളിൽ കയറണം. പച്ചമുളകിൻ്റെ എരിവൊക്കെ ആ ഗ്രേവിയിൽ ഇറങ്ങും വേണം. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു സെറ്റപ്പ്. മധുരമുള്ള അച്ചാറായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. എന്നാലും മധുരത്തിൻ്റെ കൂടെ നല്ല എരിവുണ്ട്, പുളിയുണ്ട്. കോൽപ്പുളി പിഴിഞ്ഞ് വയ്ക്കുന്ന അച്ചാറായതുകൊണ്ട് അധികം നമുക്ക് വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കുറച്ച് നാളെ വെക്കാനുള്ളതാണെങ്കിൽ വിനാഗിരി ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയിട്ടാ. എന്തായാലും ഈ ഒരു മുളകച്ചാർ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് ഈ അച്ചാറിന് ഇത്ര പ്രാമുഖ്യം എന്ന് അറിയുന്നവരും കൂടി കമൻറ്റ് ചെയ്യണേ.